അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലൊക്കെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതല്ലേ. കാരണം നമ്മൾ റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ അള്ളാഹു സ്നേഹിച്ച, അള്ളാഹു ആദരിച്ച മാസമാണ്. എന്തേ കാരണം? ഈ മാസത്തിലാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ, അവിടുത്തെ വരവിൽ സന്തോഷിക്കാൻ മുഅ്മിനീങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കാൻ. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ നമുക്ക് എത്ര സന്തോഷം. എന്നാൽ ആ കുഞ്ഞിനേക്കാൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മ പോലും എന്നെ ഓർക്കാത്തൊരു നിമിഷം എനിക്ക് വരാനുണ്ട് അല്ലേ. നാളെ മഹ്ശറിൽ എല്ലാവരും വിയർപ്പിൽ മുങ്ങി കുളിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ തിരിഞ്ഞു നോക്കൂല, എൻ്റെ വാപ്പ എന്നെ മൈൻഡ് ചെയ്യൂല, എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ ഭർത്താവ് അല്ലേ, ആരും എൻ്റെ മക്കളും ഒന്നും എന്നെ തിരിഞ്ഞു നോക്കാത്തപ്പോൾ എനിക്കൊരു നേതാവുണ്ട്. ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചോടി വരുന്ന എൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തിൻ്റെ ജന്മത്തിൽ സന്തോഷിക്കാൻ ഈമാനുള്ളവർക്ക് ഒരു തടസ്സമില്ല കേട്ടോ. ഈമാനില്ലായ്മയാണ് ആ തടസ്സത്തിൻ്റെ കാരണം. അള്ളാഹു നമ്മുടെ ഈമാനിൽ വർധനവ് തരുമാറാകട്ടെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മനോഹരമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ എല്ലാ രാത്രിയിലും നമുക്ക് മദ്ഹുകളായി ഒരുമിക്കണം. രാവിലെ സ്വബാഉൽ ഖൈറിൽ അതുമായി ബന്ധപ്പെട്ട ഇൽമുകളൊക്കെ പഠിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മനസ്സറിഞ്ഞ് സ്ക്രീനിൽ നോക്കി ചൊല്ലണം കേട്ടോ. അഹ്മദുല്ലാഹൽ വാലി സ്വല അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് توبة طلبت منك يا شفيع المذنبين ثوبي طاهر عن سواك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جد لي عبد مفلس من انسداد المذهب حب حب بحبوح يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله خفت من نفسي هلاكا قبل عرفاني مبين تلعيدا مجلي الصدايا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്.
യാ റബ്ബനാ, എല്ലാവരുടെയും പ്രയാസങ്ങൾ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ദൂരീകരിക്കണേ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഇടയിൽ തന്നെ പറയാണ്, നമ്മൾ ആ റിലീഫ് പദ്ധതിയിൽ ഏറ്റെടുത്ത ആ കടം കൊണ്ട് വലയുന്ന, സ്വന്തമായൊരു വീടില്ലാത്ത, സ്വന്തമായ അല്പം സ്ഥലം പോലും ഇല്ലാത്ത, ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ടൊരു ഉസ്താദ് വല്ലാത്ത പ്രയാസത്തിലാണ്. അദ്ദേഹം നമ്മളോട് സഹായം തേടിയത്. എന്തെങ്കിലും ഒരു സഹായം ഈ സ്വഭാവുൽ ഖൈർ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ റസാവുലക്സ് കുടുംബത്തിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. പ്രതീക്ഷ നമ്മിൽ ആരെങ്കിലും അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തട്ടിക്കളയരുത്. കാരണം നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ്, അല്ലേ? നമ്മൾ അള്ളാഹിനോട് നിരന്തരം ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് കൈവിടൂല്ല എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്, ആ ഉറപ്പ് ബോധ്യമാകണമെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ച് വരുന്നവരെ നമ്മൾ പരിഗണിക്കണം. അപ്പം അള്ളാഹ് നമ്മളെ വേഗം പരിഗണിക്കും. നമ്മൾ അവരുടെ കാര്യം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കുന്നേ. എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ ആ പ്രിയപ്പെട്ട ഉസ്താദിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു ഹദിയ, നല്ലൊരു ഹദിയ തന്നെ കഴിയുന്നവരൊക്കെ അയക്കണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിന്റെ രാപ്പകലുകൾ വല്ലാത്ത ശ്രേഷ്ഠതയുള്ളതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് മങ്കൂസ് മൗലിദിലെ ആദ്യത്തെ ഹിക്കായത്ത് ഓതാം. നിങ്ങൾ ഓതാൻ പറ്റുന്നവർ ഓതുക, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മൗലിദ് ഒരുമിച്ച് ചൊല്ലാം, മദ്ഹ് ഒരുമിച്ച് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك عليه قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب بآدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم
أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ നബി തങ്ങളെ ബറക്കത്തിനാൽ മൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. റഹ്മുർ റഹീമായ തമ്പുരാൻ
ഈ ചൊല്ലിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു 11 സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. മുത്ത ഹബീബ് അങ്ങ് സന്തോഷിക്കണം എന്നാണ് നമ്മുടെ സദസ്സ് കണ്ടിട്ട്. അതാണ് നമ്മുടെ ആഗ്രഹം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ മലക്കുകൾ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് സ്വഭാവുൽ ഹൈറിൽ പഠിച്ചു അല്ലേ. അള്ളാഹു അതൊക്കെ ആസ്വദിക്കാൻ ഇഖ്ലാസോടെ, ആ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടെ ഇതൊക്കെ ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോള്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയുടെ 2 വരി മദ്ഹ് തവസ്സുൽ ബൈത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ആഗ്രഹം അല്ലാഹ് നിറവേറ്റി തരും. മുത്ത് ഹബീബ് സന്തോഷിക്കൂലേ അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ ബിൻത റസൂലില്ലാഹി യാ ഫാത്തിമത സഹ്റ ഖിത്അത കബ്ദിൽ ഹബീബി യാ ഫാത്തിമത സഹ്റ സൗജത അലിൽ മുർതദാ യാ فاطمة زهراء أم الحسن والحسين يا فاطمة الزهراء مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا أم أهل البيت يا فاطمة زهراء رئيسة المؤمنات يا فاطمة زهراء قرة عين المصطفى يا فاطمة زهراء محبة الفقراء يا فاطمة زهراء مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على
للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഏത് മുറാദ് വെച്ചാണോ ഈ സദസ്സിലിരിക്കുന്നത് ആ മുറാദെല്ലാം കരുണക്കടലായ റബ്ബ് പൂർത്തീകരിച്ചു തരട്ടെ. സന്തോഷമുള്ള ജീവിതം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ വേദനകളും അള്ളാഹു മാറ്റിത്തരട്ടെ. അതുപോലെ നമ്മുടെ ഉസ്താദിനുള്ള റിലീഫ് പദ്ധതിയിലേക്ക് ഒരു പാവം മനുഷ്യനാണ്, ഒരു സാധു മനുഷ്യൻ, ആരെയും വേദനിപ്പിക്കാത്തൊരു മനുഷ്യൻ, കടം കൊണ്ട് വല്ലാത്ത പ്രയാസത്തിൽ അല്ലേ, സ്വന്തമായിട്ടൊരു വീടുമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ നമ്മൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പിയാക്കളുടെ അനന്തരാവകാശികളല്ലേ ഉലമാക്കൾ. ആ ബോധ്യത്തിൽ ഹദിയ ചെയ്ത ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയണം കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് രാവിലെ 6 മണിക്ക് സ്വഭാവ ഹെയറിലെത്തണം, രാത്രി 7:15 മജ്ലിസിലും പങ്കെടുക്കണം. ഒരു ദിവസവും മുടങ്ങരുത്. റബീഉൽ അവ്വൽ നമുക്ക് ഹയാത്താക്കണം. 12-ന്റെ അന്ന് 1 കോടി സ്വലാത്ത് മുത്ത് ഹബീബിലേക്ക് നമുക്ക് ഹദിയ ചെയ്യണം. എല്ലാവരും ഏറ്റെടുക്കൂലേ? ഇൻഷാ അള്ളാഹ് ഏറ്റെടുത്തിട്ട് ഇൻഷാ അള്ളാഹ് അതിൻ്റെ നമ്മുടെ വാട്സപ്പിൽ അറിയിക്കേണ്ട ഡേറ്റൊക്കെ ഞാൻ പറയും. നമുക്ക് ഇൻഷാ അള്ളാഹ് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയമൊക്കെ സമ്മാനം കൊടുക്കണം. അത് നാണയത്തിന് വേണ്ടി ചൊല്ലാനല്ല, മുത്ത് ഹബീബിന്റെ മേൽ അത്രയും സ്വലാത്ത് ചൊല്ലിയതിനൊരു പ്രോത്സാഹനം. അതൊക്കെ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് കിട്ടുന്ന പ്രതിഫലം നോക്കുമ്പോൾ അതൊക്കെ ഒരു മണൽത്തരിയുടെ അത്ര പോലും ഉണ്ടാവൂല. ഈ ഗോൾഡ് കോയിനൊക്കെ അത്ര വലിയ പ്രതിഫലങ്ങൾ. അഷ്റഫുൽ ഹൽക്കിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം അള്ളാഹ്ക്ക് വേറൊന്നുമില്ല. ഈ ദുനിയാവും ഈ ലോകം തന്നെ മുത്തുനബി കാരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അള്ളാഹ് പഠിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബിനെ തിരിച്ചറിയാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്. ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഹബീബാൽ സ്വീകരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ പേര് വിളിച്ച് നാളെ ശഫാഅത്ത് ചെയ്യുന്ന നിലയിലേക്ക് യോഗ്യതയില്ലെങ്കിലും കൊതിയുണ്ട് അല്ലാഹ്. മുത്ത് ഹബീബ് തിരിച്ചറിയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യാ റബ്ബനാ, ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ഖൽബ് നിറയെ തങ്ങളെ പ്രണയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ മദീനയുടെ ചാരച്ചെന്നന്റെ ഹബീബിന്റെ പച്ചക്കുബ്ബ നോക്കിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖൽബ് പൊട്ടിയിട്ട് എൻ്റെ ഹബീബിന് സലാം പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മദദ് നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നു മക്കളെ നീ നേർവഴിയിലാക്കണേ അല്ലാഹ്. യാ റബ്ബനാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, മക്കൾ കാരണം നാണം കെട്ടുപോകുന്ന അവസ്ഥ വരില്ലേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. ഹലാലായ വരുമാനം നീ നൽകണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. കടക്കാരാൽ നാണം കെടുത്തപ്പെടുന്നവരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. എത്രയെത്ര അസുഖബാധിതരാ ഞങ്ങളിലുള്ളത്. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അസുഖങ്ങൾക്ക് ശമനം തരണേ അല്ലാഹ്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവരുണ്ട്, നീ പരിപൂർണ സൗഖ്യം തരണേ അല്ലാഹ്. മുത്ത് ഹബീബിന്റെ തിരുനോട്ടമുള്ള സദസ്സാക്കണേ അല്ലാഹ്. സിഹറുകൾ കണ്ണേറും
കണ്ണീറുകൾ ബാത്തുലാക്കണയല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല. ഇണകളെ നന്നാക്കണയല്ല. പടച്ചവനെ, എത്രയോ തവണ അബോഷനായി പോയ സഹോദരിമാരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണയല്ല. വിവാഹം മുടങ്ങിപ്പോകുന്നു എന്ന് സങ്കടം പറഞ്ഞവർ ഹൈറായ ഇണയെ നീ നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നീ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറിലാണ് റബ്ബേ. മുത്ത് ഹബീബിന്റെ തിരുനോട്ടം നീ ആ ഖബറിൽ നൽകണയല്ല. പാപങ്ങൾ പൊറുക്കണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണയല്ല. വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, ഹൈറായ ഭവനം നിർമ്മിക്കാൻ എത്രയും പെട്ടെന്ന് തൗഫീക്ക് നൽകണയല്ല. വിവാഹം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണയല്ല. പടച്ചവനെ, പാവപ്പെട്ട ഒരാലിമിന്റെ കാര്യം പറഞ്ഞപ്പോൾ സഹായങ്ങൾ ചെയ്ത സഹോദരങ്ങളുണ്ട്. അവർക്കൊരിക്കലും നീ ഈ പ്രയാസം നൽകല്ലേ അല്ല. നീ കാവലേകണേ അല്ല. പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ല. ആഫിയത്തുള്ള ദീർഘായുസ് പടച്ചവനെ നിന്റെ ത്വഅത്തിലായി നൽകണേ അല്ലാ. കഅബാലയം തവാഫ് ചെയ്യാൻ, നിന്റെ ഹബീബിന്റെ റൗളയൊന്ന് കൺകുളിർക്കെ കാണാൻ വിധി തരണേ അല്ല. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല. മദീന മദീന നിന്നോട് പ്രണയമാണ് മദീന. നിന്റെ വയറ്റിനുള്ളിൽ എൻ്റെ ഹബീബുണ്ട്. ആ ഹബീബിന്റെ വലയം നിന്നെ പൊതിഞ്ഞിരിക്കുന്നു മദീന. മദീന മദീന നിന്നോട് പ്രണയമാണ് മദീന. നിന്നിലല്ലേ എൻ്റെ ഹബീബുള്ളത്. എൻ്റെ ഹബീബിന് വിശ്രമം ഒരുക്കിയത് നീയല്ലേ മദീന. അതുകൊണ്ട് വല്ലാത്ത പ്രണയമാണ് മദീന മദീന. ആ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله.